20-ാമത്തെ വയസ്സിൽ പൂന്താനത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. കുറേ നാളത്തെ കുട്ടികളുണ്ടായില്ല. പിന്നെ ഒരു കുട്ടിയെ കിട്ടി. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ചോറൂണ് വലിയ ആഘോഷമായിട്ട് നടത്തുന്നത്. ഒരുപാട് പേര് ഇല്ലത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ മുറിയിൽ കൊച്ചിനെ കട്ടിൽ ഉറക്കി എടുത്തിരിക്കുക. അവിടെ വെട്ടം കുറവാണ്. അപ്പോൾ ദൂരെ നിന്ന് വന്ന സ്ത്രീകൾ കുളിച്ചിട്ട് വസ്ത്രം മാറിയിട്ടത് ഈ മുറിയില്ല. അവർ കുഞ്ഞിനെ കണ്ടില്ല. അവരെല്ലാവരും തന്നെ ഡ്രസ്സ് മുഴുവൻ കട്ടിലിടുന്നത്. കൊച്ചിനെ കുളിപ്പിച്ച് ഒരുക്കാൻ വേണ്ടി അമ്മ വരുമ്പോൾ കാണുന്നത് ഈ ഡ്രസ്സിൻ്റെ ഒരു കൂനയാണ്. അതിനടിയിൽ കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചുപോയി. പൂന്താനം തകർന്നുപോയി. കംപ്ലീറ്റ് ഡിറ്റാച്ച്മെൻ്റാണ്. പിന്നെ ആരോട് സംസാരിക്കില്ല. കൃഷ്ണൻ്റെ കവിതകൾ തന്നെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ്. കുറേ ദിവസങ്ങളെടുത്തു. ഒരു ദിവസം കുമാരഹരണം വായിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് ഉണ്ണിക്കണ്ണൻ പൂന്താനത്തിൻ്റെ മടിയിൽ. പൂന്താനം ഉണ്ണിക്കണ്ണൻ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് കരയാണ്. കണ്ണിനിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഉണ്ണിക്കണ്ണൻ പൂന്താനത്തിൻ്റെ കണ്ണീര് തുടയ്ക്കും. എന്നിട്ട് അപ്രത്യക്ഷമാവും. പെട്ടെന്ന് പൂന്താനത്തിനുള്ളിലേക്ക് വലിയൊരു വെട്ടം വരാണ്. എന്നിട്ട് പൂന്താനം എങ്ങനെ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഉണ്ണിക്കണ്ണൻ കളിക്കുമ്പോൾ പിന്നെ എനിക്കെന്തിനാ സ്വന്തമായിട്ട് വേറൊരു ഉണ്ണി? അങ്ങനെയാണ് ജ്ഞാനപ്പാന എഴുതാൻ അദ്ദേഹം ആരംഭിക്കുന്നത്. സോങ്സ് ഓഫ് വിസ്ഡം. ഇന്നത്തെ ഗോസ്പലിൽ ഈശോയുടെ ജ്ഞാനപ്പാനയാണ് നമ്മൾ കാണുന്നത്. ഈശോയുടെ സദുക്യരൊരു റിഡില ചോദിക്കുന്നത്. ഉദ്ധാനമില്ലെന്ന് തെളിയിക്കാൻ, മാലാഖമാരില്ലെന്ന് തെളിയിക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ ഈശോ കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ കല്യാണമില്ല, സ്വർഗത്തിൽ റിലേഷൻസ് ഇല്ല. മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ ബട്ട് നോട്ട് മെയ്ഡ് ഫോർ ഹെവൻ എന്ന് ഈശോ പറയാം. അവിടെ അങ്ങനെയുള്ള ബന്ധമില്ല. അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ മക്കളാവും, മാലാഖമാരെ പോലെ ആവും. ഒരു സബ്ലൈം തോട്ടാണത്. ഈ ഭൂമിയെ നോക്കുന്ന പോലെയല്ല നമ്മൾ സ്വർഗത്തെ കാണേണ്ടത്. ഈ ഭൂമിയിലെ ബന്ധങ്ങളെ പോലെയല്ല നമ്മൾ സ്വർഗത്തിലെ ബന്ധങ്ങളെ കാണേണ്ടത്. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നേ.